നമസ്കാരം. ഇന്നേ ദിവസം ഷംജിദ മുസ്തഫ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ആ സ്ത്രീ കേരളത്തിലെ സ്ത്രീകളടക്കമുള്ളവരുടെ ശാപവചനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ദിവസമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. രാവിലെ യാദൃച്ഛികമായിട്ടാണ് ടി വിയിൽ ഒരു 41കാരനായ ദീപക് എന്ന വ്യക്തിയുടെ ശവസംസ്കാര ചടങ്ങുകൾ കാണേണ്ടി വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ക് തകർന്നുപോയി. 41 വയസ്സായ ഒരു യുവാവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എത്ര വയസ്സ് കാണുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് വാവേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഭാവിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നറിഞ്ഞുകൂടെ, എന്നിട്ട് എന്തിനിത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെയൊക്കെ ചങ്ക് തകരുന്ന തരത്തിൽ കരയുന്ന ഒരു കാഴ്ച കാണുകയുണ്ടായി. ഞാൻ മനഃപൂർവ്വമാണ് ആ വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത്. ഈ വിഷയത്തെപ്പറ്റിയും ഞാൻ വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം ഒന്നുകിൽ എനിക്ക് പൊട്ടിത്തെറിച്ചെന്തെങ്കിലും പറയേണ്ടി വരും, പിന്നൊന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്, ഒരു മനുഷ്യരുടെ സ്വകാര്യതയാണ്. അതായത് ഈ മരണം നടന്നു കഴിഞ്ഞിട്ട് സംസ്കാരം നടക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ വികാരങ്ങളൊക്കെ ശരിക്കും മറ്റാരും കാണുന്നില്ല, ക്യാമറ കണ്ണുണ്ട് എന്നുള്ള ബോധ്യമില്ലാതെ തന്നെ എന്താണോ അന്നേരം പ്രകടിപ്പിക്കേണ്ടത് അത് പ്രകടിപ്പിക്കണം. പലപ്പോഴും പല സെലിബ്രിറ്റീസിനൊന്നും അത് പറ്റില്ല. കാരണം നമുക്കറിയാം, ശ്രീനിവാസൻ മരിച്ചപ്പോൾ പോലും പക്ഷേ അവരത് നോക്കിയില്ല. ആ മക്കളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കരയെ അതുപോലും ഞാൻ കാണിക്കുകയുണ്ടായില്ല. കാരണം അത്തരം കാര്യങ്ങളൊന്നും എടുത്തിട്ട് റീച്ച് ഉണ്ടാക്കില്ല എന്ന് ഞാൻ തുടക്കം തന്നെ തീരുമാനിച്ചാണ്. ശരി, കാര്യത്തിലേക്ക് വരാം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ എന്തൊരു ദ്രോഹമാണ് ചെയ്തു വെച്ചത് എന്ന് അപ്പോൾ മുതൽ ഞാൻ ചിന്തിക്കുന്നു. ഞാൻ പിന്നീട് ആ വീഡിയോ കണ്ടപ്പോഴും ആ ചെറുപ്പക്കാരൻ ബോധപൂർവ്വം ഒന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് ആ വീഡിയോ എങ്ങനെ നോക്കിയാലും നമുക്ക് മനസ്സിലാവില്ല. കാരണം അയാൾ അത് കാണുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ബോധപൂർവ്വം ചെയ്യുന്നതായിരുന്നെങ്കിൽ എപ്പോഴേ ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ അയാളുടെ കണ്ണിൽ പെട്ടേനെ. അയാൾ അറിഞ്ഞിട്ട് പോലുമില്ല. അത്രയും ആളുകളുടെ ഇടയ്ക്ക് നിന്നിട്ടാണ് മൊബൈലിൽ പിടിക്കുന്നത്. അയാൾ ബോധപൂർവ്വം ചെയ്യുന്നതായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ കണ്ണിൽ ആ മൊബൈലിൽ പെട്ടേനെ. അയാളുടെ ശരീരഭാഷയിലും ഈ സ്ത്രീയുടെ പെരുമാറ്റത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അയാൾ തീർത്തും നിഷ്കളങ്കനായിരുന്നു. പിന്നെ എന്നെയോ അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങളെപ്പോലെയൊന്നും മനക്കട്ടിയുള്ള ആളൊന്നും ആയിരുന്നില്ല ആ പാവം തോന്നുന്നു. കാരണം ഇത് പുറത്തിറങ്ങി അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് അഭിപ്രായം എന്ന് പറഞ്ഞു കണക്ക് കുറേ പേര് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു, കുറേ പേര് അനുകൂലമായിട്ട് പറഞ്ഞു. പക്ഷേ അയാൾക്കത് സഹിക്കാൻ പറ്റിയില്ല. അയാൾ ആത്മഹത്യ ചെയ്തു. നടക്കാൻ പാടില്ലാത്തത് നടന്നു. യഥാർത്ഥത്തിൽ ഈ സ്ത്രീ ആ പുരുഷനോട് മാത്രമല്ല, അയാളോട് മാത്രമല്ല ദ്രോഹം ചെയ്തു വെച്ചത്. ഈ സ്ത്രീക്ക് ഒരുപക്ഷെ ഇങ്ങനൊരു മോശം അനുഭവം ഇല്ലായിരുന്നു എന്ന് നമുക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. എന്നാൽ ബസ്സിൽ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ നിരവധിയുണ്ട്. അവരൊക്കെ ഇനി യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിച്ചാലും പ്രതികരിക്കാൻ മടിക്കും, തെറ്റിദ്ധരിക്കപ്പെടുമെന്നും തങ്ങൾ കാരണം ഇനി ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് അവർ നിശബ്ദമായി അല്ലെങ്കിൽ നിശബ്ദയായി അതൊക്കെ സഹിക്കേണ്ടി വരും. ആ അർത്ഥത്തിൽ ഈ പുരുഷനോട് മാത്രമല്ല, സ്വന്തം സ്ത്രീ വർഗത്തിനോട് കൂടിയാണ് ഈ സ്ത്രീ ദ്രോഹം ചെയ്തു വെച്ചത്. ഇനി ഇതിൻ്റെ പിന്നിൽ ചില ഗൂഢാലോചന അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്തു വെച്ച ബോധപൂർവമായിട്ടുള്ള ചില പ്രവൃത്തി ഉണ്ടായിരുന്നു എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ സ്ത്രീ ഒരിടക്കാലത്ത് പുറത്തൊക്കെ പോയിരുന്നു, അതായത് ഗൾഫ് നാടുകളിലൊക്കെ പോയിരുന്നു. അവിടെ വെച്ച് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഈ റീലിടുകയും മറ്റുമൊക്കെ തുടങ്ങി. അപ്പോൾ ഈ വേണ്ടത്ര റീച്ചൊന്നും അതിന് കിട്ടിയില്ല. അപ്പോൾ ആരൊക്കെയോ ഏതാനും കമൻറ്റുകളൊക്കെ ഇട്ടിരുന്നു, ഇങ്ങനെയൊന്നും ഇട്ടാൽ റീച്ചൊന്നും കിട്ടില്ല, ഒരു കാര്യം കളിയാക്കിയാണ്, കുറച്ച് ട്രോളായിട്ടാണ്. വഴിയെ പോകുന്ന ഏതെങ്കിലും ഒരു പുരുഷനെ പോയി അങ്ങോട്ട് പോയി വരസിയോ മുട്ടിയോ ഒക്കെ അതെടുത്തിട്ട് വീഡിയോ ഇട്ടിട്ട് വേറെ രീതിയിൽ പറഞ്ഞാൽ മതി, നിനക്ക് വലിയ റീച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ചില കമൻറ്റും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബോധപൂർവ്വം ചെയ്തതാണോ എന്നറിയില്ല. എന്തായാലും 41 വയസ്സുകാരനായ ഒരു യുവാവ് അയാൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. അയാളുടെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റുമില്ലാത്ത ഒരു കാര്യത്തിനാണ്. ജനങ്ങളുടെ വാ മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ, അങ്ങനെ ചെയ്തു പോയതാണ് പാവം. ആ മനുഷ്യൻ്റെ വീട്ടുകാർക്ക് പോയി ഇനി എത്ര രൂപ അല്ലെങ്കിൽ എന്തൊക്കെ നഷ്ടപരിഹാരം കിട്ടി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു അമ്മയെ സംബന്ധിച്ച്, അച്ഛനെ സംബന്ധിച്ച് അവരുടെ പ്രിയപ്പെട്ട മകൾ നഷ്ടപ്പെട്ടു. ഇനി ആ സ്ത്രീയെപ്പറ്റി ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഒരർത്ഥത്തിൽ ഇനി അവർ കൂടിയാണ് ഇരയാക്കപ്പെടാൻ പോകുന്നത്. കാരണം അത്രമാത്രം ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെയും മറ്റുമൊക്കെ കേൾക്കാവുന്നതിൻ്റെ പരമാവധി കേട്ട് കഴിഞ്ഞു. ഇനി ജീവിത അവസാനം വരെ തീർച്ചയായിട്ടും ഇവളും ഒരു ട്രോമയിൽ തന്നെയായിരിക്കും. അതിൻ്റെ കൂടെ നമ്മളും കൂടി ഒന്നും പറയണ്ട എന്ന് വെച്ചിട്ടാണ് ബോധപൂർവ്വം ഞാനത് വിട്ടത്. പക്ഷേ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കുക, ഇത് ആ പുരുഷനെ മാത്രമല്ല, അല്ലെങ്കിൽ പുരുഷ വർഗത്തിന് എതിരെ മാത്രമല്ല ദ്രോഹം ചെയ്തു വെച്ചത്, സ്വന്തം വർഗമായ സ്ത്രീകൾക്കെതിരെ കൂടിയാണ് ഈ പെണ്ണ് ഇതിങ്ങനെ ചെയ്തു വെച്ചത്. അഥവാ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ച്, അതായത് ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇട്ടുകൊടുക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം ഇത് ഇന്ത്യയാണ്, ഇവിടെ ജനാധിപത്യമുണ്ട്, ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്, നിയമത്തിൻ്റെ വഴിയിലൂടെയാണ് പോവേണ്ടത്. അല്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് കുറച്ച് റീച്ചും മറ്റുമൊക്കെ കിട്ടിയേക്കും. പക്ഷേ നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യജീവൻ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ഓർക്കുക. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു തെമ്മാടിത്തരം ഈ സ്ത്രീ കാണിച്ചു വെച്ചതുകൊണ്ട് ഇനി ബസ്സിലും മറ്റുമൊക്കെ ശരിക്കുള്ള പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ പോലും പ്രതികരിക്കാൻ ഒന്നും മടിക്കും. എല്ലാവരുടെയും കാര്യമല്ല, കുറേ പേരെങ്കിലും പേടിക്കും. അങ്ങനെ കൂടിയാണ് ഈ ഷംജിദ മുസ്തഫ എന്ന് പറഞ്ഞ ഈ സ്ത്രീ ചെയ്തു വെച്ച തെറ്റിൻ്റെ ആഴം.